കെപിസിസി അധ്യക്ഷനെയും മറ്റു ഭാരവാഹികളെയും തെരഞ്ഞെടുക്കുന്നതിലുള്ള അനിശ്ചിതത്വം നീളുന്നതോടെ കോൺഗ്രസിലും യുഡിഎഫിലും പ്രതിസന്ധി രൂക്ഷമാകുന്നു. സംഘടനയിൽ അടിയന്തരമായി നാഥനുണ്ടാകണമെന്ന ആവശ്യത്തിൽ യുഡിഎഫ് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്. അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വൈകുന്നതാണ് യുഡിഎഫ് യോഗങ്ങൾ ചേരുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശ പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയതോടെയാണ് കെപിസിസി പ്രസിഡന്റ് ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നത്. 3 ആഴ്ചയായി വിദേശ പര്യടനത്തിലായിരുന്ന രാഹുലിന്റെ സമയം ലഭിച്ചാലേ എഐസിസി തലത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്ന നിലപാടിലായിരുന്നു പാർട്ടി നേതൃത്വം. രാഹുലുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ മനസ്സാകും നിർണായകം. കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പേരാണ് ശക്തമായി ഉയർന്നു കേൾക്കുന്നത്. എഐസിസി പ്രസിഡന്റ് മല്ലികാർജുന ഖർഗെയുടെ മനസ്സ് ഒരു ദളിത് നേതാവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് അനുകൂലമാണെന്ന റിപ്പോർട്ടുകൾ കൊടിക്കുന്നിലിന്റെ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നുണ്ട്. മുതിർന്ന നേതാവെന്ന നിലയിലും സംഘടനാ പരിചയ സമ്പത്തുള്ള വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിന് മുൻഗണന ലഭിച്ചേക്കാം. പക്ഷേ കെ.സിയുടെ മനസ്സ് അനുകൂലമായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിടും. ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, ബെന്നി ബെഹനാൻ, ആൻഡ്രോ ജോസഫ് എന്നിവരും കെപിസിസി അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്നുണ്ട്. ജോസഫ് വാഴക്കനായി രമേശ് ചെന്നിത്തലയും കരുക്കൾ നീക്കുന്നു. നിലവിൽ മന്ത്രി സണ്ണി ജോസഫാണ് കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത്. മഴക്കാലം എത്തിയതോടെ വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക തിരക്കുകൾ കാരണം സംഘടനാ കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതിനാൽ സണ്ണി ജോസഫിന്റെ പിൻഗാമിയായി പുതിയൊരു അധ്യക്ഷൻ അടിയന്തരമായി ചുമതലയേൽക്കേണ്ടതുണ്ട്. സംഘടനയിൽ 3 വർക്കിംഗ് പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നെങ്കിലും ഭരണത്തിലേക്ക് കടന്നതോടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. വർക്കിംഗ് പ്രസിഡന്റുമാരിൽ എ.പി. അനിലിനും പി.സി. വിഷ്ണുനാഥിനും മന്ത്രിസ്ഥാനം ലഭിച്ചതോടെ അവർ സംഘടനാ ചുമതലകളിൽ നിന്നും വിടുതൽ വാങ്ങിക്കഴിഞ്ഞു. 3ാമത്തെ വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ എം.പി. ആവശ്യഘട്ടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് എത്തുന്നത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായിരുന്ന എം. ലിജു മന്ത്രിയായതോടെ പാർട്ടി ഓഫീസിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ആളില്ലാത്ത അവസ്ഥയാണുള്ളത്. മുൻനിര നേതാക്കളെയെല്ലാം മന്ത്രിസഭയിലേക്കും ഭരണകാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചതോടെ പാർട്ടി ആസ്ഥാനം നാഥനില്ലാ കളരിയായി മാറിയെന്ന വിമർശനം അണികൾക്കിടയിലും ശക്തമാണ്. തങ്ങൾക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ ബലത്തിലാണ് പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കടക്കാതെ പാർട്ടി തൽക്കാലം മുന്നോട്ടു പോകുന്നത്. എന്നാൽ വിഴിഞ്ഞ ഓഹരി വിൽപ്പന, പുതിയ മദ്യനയം, PM ശ്രീ പദ്ധതി തുടങ്ങിയ വിഷയങ്ങളിൽ മുന്നണിക്കുള്ളിൽ ചർച്ചകളും വ്യക്തമായ ധാരണകളും ഉണ്ടാകണമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അധ്യക്ഷനില്ലാതെ യുഡിഎഫ് യോഗം വിളിച്ചു ചേർക്കാനാകില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹി മോഡൽ നിരീക്ഷകരുടെ പരിശോധനയിലൂടെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറിമാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആ പ്രക്രിയയും വൈകുകയാണ് ചെയ്തത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ വിഭജനവുമെല്ലാം ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതുണ്ട്. യുഡിഎഫിലെ പ്രശ്നങ്ങളും ഭരണപരമായ ഏകോപനമില്ലായ്മയും പരിഹരിക്കാൻ ഉടൻ തന്നെ അധ്യക്ഷനെ പ്രഖ്യാപിക്കണമെന്നാണ് ഘടകകക്ഷികളുടെയും താഴെത്തട്ടിലെ പ്രവർത്തകരുടെയും ആവശ്യം. പുതിയ കെപിസിസി അധ്യക്ഷൻ വരുന്നതോടെ യുഡിഎഫ് യോഗങ്ങൾ പുനരാരംഭിക്കാമെന്നും മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാകുമെന്നുമാണ് കണക്കുകൂട്ടൽ. ഹൈക്കമാൻഡ് തലത്തിൽ അടുത്ത ദിവസങ്ങൾ നടക്കുന്ന നിർണായക ചർച്ചകൾക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. സണ്ണി ജോസഫിന് പകരക്കാരനായി കൊടിക്കുന്നിൽ സുരേഷോ അതോ മറ്റ് സർപ്രൈസ് പേരുകളോ വരുന്നത് എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം.